പോകാണ് തല തിരിച്ചിടാനല്ല ചോറിനാണ് കേട്ടോ. എന്റെ തൊഴിലെ പരിപാടി പറഞ്ഞാല് ചെറിയപ്പൂന്റെ കൈമ നിറച്ചു മൈലാഞ്ചി ഇടണം, ആദൂന്റെ കൈമ നിറച്ചു മൈലാഞ്ചി ഇടണം. ഒറ്റൊന്നും ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാ പെരുന്നാക്കും ഉമ്മ അറിഞ്ഞീനി ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ് പോയി ആദ്യം മൈലാഞ്ചി ഇട്ടേര് 5 കൊല്ലായിട്ട് ഞാൻ അത് മുടക്കിയിട്ടില്ല കേട്ടോ. ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മൾ പരിപാടി അറിയുന്നത് പെരുന്നാൾ തലേ, നാളെ പെരുന്നാളാണെങ്കിൽ പെരുന്നാൾ തലേന്നത്തെ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ വ്ളോഗിലുള്ളത്. അപ്പോൾ ഇപ്പം ഇങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചാൽ ഒരു വീഡിയോ എടുക്കണ്ട. അതിന് വേണ്ടി ആദ്യം പെരിയിൽ പോകണം, കഴിഞ്ഞിട്ട് ഇടക്കര പോകണം, അത് കഴിഞ്ഞിട്ട് ഇറച്ചിയും പോയി വാങ്ങാൻ പോകണം. കാരണം ചെറിയപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് രാത്രി പിന്നെ ഭയങ്കര പെരുന്നാളാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പെരുന്നാൾക്ക് തന്നെ ഇടങ്ങേറിക്കണ്. ഇറച്ചിൻ്റെ ഒക്കെ വേരി സിഡ്നി ഞങ്ങാനൊക്കെ തെണ്ടികണ് കടന്ന് ഇറച്ചിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്രാവശ്യം നേരത്തെ കാലത്ത് വാങ്ങിയേക്കട്ടേന്ന്. കാരണം ചെറിയ പേര് 10-11 മണിയാവും. ആണോ അല്ലേ അറിഞ്ഞിട്ടൊക്കെ ചെറിയപ്പോൾ വരിക. പിന്നെ വാങ്ങാൻ പോക്ക് നടക്കൂല, സാധനം കജ്ജും. അപ്പോൾ ഏതായാലും വാങ്ങി വെച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് ഇപ്പം ഞാൻ എൻ്റെ ഡ്രസ്സൊന്ന് ഷേപ്പാക്കാൻ കൊടുക്കാണ്ട് ചെറിയപ്പോൾ ഇത് ഞാൻ ഒരു കടയിൽ കൊടുത്ത്. അപ്പോൾ അങ്ങനെ ഓരോ കഴിഞ്ഞ് പെരിയ പോട്ടെ നട്ട് 11 മണി ആയിട്ടോ അപ്പം. അപ്പോൾ ചെറിയപ്പോൾ ഇപ്പോൾ പോയി, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഇനി വണ്ടി എടുത്ത് നമ്മളെ പടക്കുത്തിൻ്റെ അടുത്ത് പോട്ടെ. അങ്ങനെ ഞാൻ പെരിയിലെത്തി, വീഡിയോ എടുക്കലും കാര്യമൊക്കെ കഴിഞ്ഞാൽ ഇനി പടക്കല പോവുകയാണ്. കോഴി വാങ്ങാണ്ട്, ഇറച്ചി വാങ്ങാണ്ട്. മറ്റോൾ ഇന്ന് 90 കഴിഞ്ഞ് പോവുകയാണ്. ഇവിടെ സാധനങ്ങൾ ഫുള്ള് എടുത്ത് വെച്ചിരിക്കണം. ഇന്ന് ഉമ്മ സിഫിനെ വീഡിയോ എടുക്കൊണ്ടിട്ടോ. ഉമ്മയുടെ കരച്ചിലൊക്കെ ഉമ്മ ഇപ്പൊ ഇവിടെയൊക്കെ കറക്കുണ്ട്. എന്തമ്മ നിങ്ങളെന്താ അറിയണേ? ആ നിങ്ങള് 10 പറഞ്ഞില്ലേ ഞാനിങ്ങനെ കാര്യല്ലേ എന്താ കഥ കാണട്ടെ സിഫ്ന, വീഡിയോ എടുക്കണം കേട്ടോ. ഇതൊക്കെ ഓളെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ്, കണ്ടിട്ടൊന്നും വിചാരിച്ചണ്ട. കുട്ടികൾക്കുള്ള സ്കൂളത്തോ മദ്രസത്തോ അതും ഇതൊക്കെ ഉണ്ട് അല്ലേ, ഇനി ഉടുക്കാനാണ്. അപ്പൊ ഇനി ഓളിവിടെ കുട്ടീനെ ഉടുക്കണമെങ്കിൽ നമുക്ക് ഓളോട് 2 വാക്ക് ചോദിച്ച. അങ്ങനെ ഞാൻ എന്താടി ആ വണ്ടിമ്മ വല്ല തന്നെ പോളു, വണ്ടിക്ക് ബ്രേക്കില്ല. കഥയാണ്, നടു റോട്ടിൽ നിൽക്കും, പിന്നെ ഉന്തി പോണം. എന്താണ് വണ്ടി പനി ഉണ്ടാക്കല്ലേ? ആ എന്നാ മകള് പോണീനെ പറ്റി പറയാല്ലോ അമ്മ. സങ്കടമുണ്ട്. എന്താ നേരത്തെ തോന്നല്ലല്ലോ പറഞ്ഞ്. ആ കരിയോ മാണിക്കിപ്പൊ തന്നെ കരയിട്ടോ. ഏത് തള്ളാനും കാര്യമില്ല. 1 അല്ല 2 അല്ല 10. ഇൻഷാ അല്ലാ ഞങ്ങള് പെരുന്നാൾക്കൊന്ന് വന്ന് പോയിട്ട് പിന്നെ എപ്പോഴാ വരിക ഞാൻ കുറേ ആയി ഇപ്പോൾ ഇവിടെ നിന്നിട്ട്. അപ്പം ഞാൻ നേരെ വിചാരിച്ചു ഓളും ഞാനും ഷെഫീക്ക് വരണമെന്ന് ഇൻഷാ അല്ലാ വരും അല്ലേ. അപ്പൊ നിൽക്കുകയാണ് നല്ലത്. പിന്നെ എന്തായാലും വന്നാൽ നിൽക്കാൻ വിളിച്ചു. പിന്നെ അന്ന് കൂടൂല. അപ്പം അതിനും വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഇപ്പം ഇടയ്ക്കര പോവാണ്. നട്ടുച്ച വെയിലാട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ അത് നേരെ 1 മണിയാണ്. പിരാന്താണെങ്കിൽ ഇപ്രാവശ്യം ഇടക്കരുന്ന് നീച്ച ഒഴിവില്ലച്ച് കുട്ടിനെ കൊണ്ടാലും വേണ്ട പോവുക. ആ അപ്പൊ ഞങ്ങൾ ഏതായാലും ഇറങ്ങട്ടെ. വണ്ടി അവിടെ ഉണ്ട്. വണ്ടിയാണെങ്കിൽ ഞാൻ വെയിലത്ത് വെച്ചേക്കണം. വെള്ളം വാരമ്മ, ആ മൂട് തനിയും തോത്തിയാതീന്ന് അല്ലെങ്കിൽ ഇരിക്കേണ്ടി വരാമേ. എന്നോട് അങ്ങോട്ട് വെക്കാൻ പറഞ്ഞത് തന്നെ. അപ്പൊ ആക്കണ് പഠിച്ചു വെച്ചൂടെ, ഇരിക്കൂല. പോരി. പടക്കര വന്ന് കോഴി വാങ്ങിട്ടോ. ഞാൻ അടുത്ത ബീഫ് വാങ്ങി. ഞാന് എന്ത് അങ്ങനെ ഇറച്ചി കാര്യൊക്കെ പക്ഷെ ഇന്ന് പെരുന്നാൾ അല്ലെങ്കിൽ നാളെ വാങ്ങല് നടക്കൂല. അപ്പൊ ഇനി ഇറച്ചിയും കാര്യമൊക്കെ 100 രൂപയ്ക്ക് പല വക അങ്ങട്ടെ. ഇറച്ചിയും പുളിയും വെക്കാൻ പറയുന്നുണ്ട്. ഉമ്മാക്ക് നിറച്ചിയും പുളിയാ, എല്ലാവർക്കും നിറച്ചിയും പുളിയാ. അങ്ങനെ നമ്മളിപ്പോൾ ഇടയ്ക്കര പോയി വന്ന കിള്ളി പാറിയിട്ടോ. നട്ട് ചെയ്ത് വർഷമാണ് ഞാൻ പാതൂനെ പോയി കൊണ്ടുവന്ന്. ഞാൻ ഉമ്മാക്കൊന്ന് മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ട് പോകണം. നാളെ പെരുന്നാളാണെങ്കിൽ ഇന്ന് വരൽ കൂടൂല. അപ്പോൾ കുറച്ച് പരിപാടി പാടുണ്ട്. അങ്ങനെ ഷമ്മി ഇമ്മയൊക്കെ ഇടയ്ക്കര പോയി സാധനങ്ങളൊക്കെ വാങ്ങി, കോഴി ഇറച്ചിയൊക്കെ വാങ്ങി. ഇവിടെ എത്തിയ ഒരാൾ കൊയങ്ങി മറിഞ്ഞിക്കണേ, കടക്കേക്ക് വന്ന് വീണിക്കാണ് അല്ലേ. അങ്ങനെയുള്ള കൊയങ്ങി വന്ന് കൊയക്ക് മാറിയിട്ടില്ല. അപ്പൊ നഴ്സറിയിലും കൊടുന്നു. ഞാൻ അവിടെ കേറാതെ ആദൂനായിട്ട് പോയി. ഞാൻ റിതുവിനെ കൊണ്ടുപോയി. വൈക്കൊന്ന് ഓനെ കൊണ്ടുവരച്ച് നടക്കാൻ കഴിച്ചില്ല കേട്ടോ. വെയിലത്ത് പണിയെടുക്കണവരൊക്കെ സ്തുതിച്ചണ. ഞാൻ കട്ടിയിലിട്ടടി. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാ പെരുന്നാക്കും ഉമ്മ അറിഞ്ഞീനി ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ് പോയി ആദ്യം മൈലാഞ്ചി ഇട്ടേര് 5 കൊല്ലായിട്ട് ഞാൻ അത് മുടക്കിയിട്ടില്ല കേട്ടോ. മുടക്കിക്കണോ? ഓളെന്നും വന്നിട്ട് തറവാട്ടത്തെ അമ്മായി കുട്ടികൊടുക്കലുണ്ട്. ഓർക്കുന്ന തുറവില്ലോണ്ട് കൊടുത്ത് സിഫ്നാജ് ഇങ്ങനെ നടന്നു. ഫോട്ടോ എടുത്തില്ലേ പറഞ്ഞുമ്മ. പിന്നെ പെരുന്നാളായില്ലേ? ആണാവോ
നാളെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, മറ്റന്നാക്കാണല്ലോ ശരിക്കും ചോക്കുക. വെറും തിരക്കാലേ അങ്ങാടിയിലൊക്കെ ആൾക്കാര് കടന്ന്. ഇറച്ചിക്കേ പാലത്തിന് അങ്ങോട്ട് പോകാറുണ്ട് കേട്ടോ. പാലത്തിന് അവിടെ വരെ ബ്ലോക്കാ. നമ്മളങ്ങോട്ട് ബ്ലോക്കില്ല, അങ്ങോട്ട് ബജ്ജാതി ബ്ലോക്ക് എന്നറിയോ. ആൾക്കാരൊക്കെ ഇറച്ചിയും കോയും തുണികളൊക്കെ വാങ്ങാൻ വേണ്ടിട്ടില്ല കഷ്ടപ്പാടില്ല. എന്തൊരു തിരക്കാന്നറിയോ. കജൂലട്ടോ നോമ്പിനൊക്കെ അമ്മാതിരി വെയിലാണ്. എന്നാലും ആൾക്കാര് പോകും. വണ്ടി ഒരു സാധനം വാങ്ങി വണ്ടി നിർത്തിയാല് പിന്നെ ഇഷ്ടല്ലേ വണ്ടി ഒരു സാധനം വാങ്ങാൻ ഇറങ്ങി പിന്നെ വണ്ടി മെരുക്കാൻ വെച്ച. ഞങ്ങള് പോയപ്പോ വണ്ടി സീറ്റ് വെള്ളം പാർന്ന് കഴിക്കുക. എവിടുന്ന് ബക്കറ്റ് കൊണ്ടുപോയി വെച്ചിട്ട് തോത്തി. അതാണ് മുറ്റത്ത് ബക്കറ്റ് ഇരിക്കാൻ വെച്ചണ്ടേ. എയില് വേണ്ടേ ഒക്കെ ഇവിടെ പറയും. എയില് പോണ്ടിഞ്ഞ് കുറച്ച് മതി. എന്തിയാവോ തള്ളാവിന് ചൂണ്ടാലും ഒക്കെ അങ്ങനെ വയലേക്കാരും പോണ്ടി. ഇത് വേണ്ട എനിക്ക് കൂട്ടുകാരത്തേക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കണം അല്ലേ. പറഞ്ഞീന് നേരം ഉണ്ടാവല്ലേ. ഇനിയിപ്പൊ പണി തുടങ്ങണ്ടേ, നോമ്പ് പണി തുടങ്ങണ്ടേ. രാത്രി വരാൻ പറ്റുമോ ചോദിച്ചോ. ഓള് രാവിലെയാണ്. ഓള് നോക്കും പണി എടുക്കാനായില്ലേ. അങ്ങനെ മൈലാഞ്ചി ഉമ്മാന്റെ ഏകദേശം കച്ചാനായി. ഓള് പണ്ടേ മൈലാഞ്ചി ഇട്ടോ. പുതിയനൊക്കെ മൈലാഞ്ചി ഇട്ട് വെക്കാൻ പോക്കുണ്ട്. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഇച്ചിപ്പ അറിയില്ല, ഇപ്പൊ ടച്ച് ഇട്ടിക്കണ. അങ്ങനെ അമ്മാനെ കഴിഞ്ഞിട്ടോ. അപ്പോഴത്തെ ഞാൻ അടുത്ത കൈകൾ കൊടുത്തു. ഞാൻ നോക്കിയപ്പോ മറ്റുള്ള അടുത്ത കൈകൾ എന്തേലും ഒരു മോഡൽ പറഞ്ഞോണ്ട് ജിഫ്ന. എന്തേലൊക്കെ മതി. പക്ഷെ അങ്ങനെ അറിയൂല. ആ ഒക്കെ മതി. 3 തള്ളാർക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ അറിയില്ലടി. തള്ളാർക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ എന്റെ മൈലാഞ്ചിയും തട്ടിക്കൂട്ട് ഇവിടെ എന്തോ ഇഞ്ഞു കിടക്കുന്നുണ്ട്. നടുവിലല്ലേ, നടുവില് ഓലിട്ട ഡിസൈന്. മറ്റേ അതിന് ഈ വിരലുമ്പോ കൂടി ഒക്കെ ഉണ്ടല്ലോ ഇനി ഇടാന്. ഇതൊക്കെ മാറ്റിയോ അമ്മ കല്യാണത്തിന് പോകുന്നില്ലല്ലോ. അതൊക്കെ ഫില്ലാക്കും. ഓളെ കുട്ടി സമ്മതിച്ചാ ഫില്ലാക്കും. അതൊന്ന് മാണ്ടിയേ മതി. പിന്നെ അതിപ്പോ കൂടെ ഒന്ന് വരയണം. വിരലുമ്പോ കൂടി ഇനിയിപ്പൊ ഇനി വരയായിട്ട് എന്റെ അമ്മ എനക്കാരട്ടില്ല. ഞാൻ വാടക ആളെ വിളിച്ചോണ്ട് വരും. ഞാൻ അങ്ങനെ ഇടും 10-11 മണിയൊക്കെ ആവുമ്പോ. ഇടുവോ? ഇടത്തെ കൈ മേലെ അയച്ചിടാൻ കഴിയുള്ളൂ. ഓള് ഇങ്ങനെയൊന്നല്ല കേട്ടോ. ഓള് അടിപൊളിയായി കിട്ടും. പക്ഷെ ഇപ്പൊ നേരമല്ല. അപ്പൊ കൊറേ മറന്നു ചെയ്തു അല്ലേ. ഇച്ച് വെജ്ജടി. പിന്നെ നിങ്ങൾക്കൊക്കെ ഇട്ടേണ്ടത് ആലോചിച്ചിട്ട് ഇട്ടരികയാണല്ലേ. ഇട്ടരികയാണ്. രണ്ടാളും മൈലാഞ്ചിടലും കാര്യൊക്കെ കഴിഞ്ഞ് സിഫിനൊന്ന് പോകല്ലേ. ഞാൻ വരിക വരും കേട്ടോ. പെരുന്നാക്കൊക്കെ വരും. വീഡിയോ എടുക്കാനൊക്കെ ഞങ്ങൾ ഇവിടെ ഒത്തുകൂടുന്നതാണ്. അപ്പൊ എല്ലാരും ഒന്നാം പെരുന്നാൾ കാണൂല മിക്കവാറും. ചിലപ്പോ വന്ന് പോകും. രണ്ടാം പെരുന്നാളല്ലേ നമ്മളവിടെ. ഇനിയിപ്പോ ഞാൻ അവിടെ ഇപ്പൊ രണ്ടാം പെരുന്നാളാണോ അറിയില്ല. എല്ലാ വർഷം രണ്ടാം പെരുന്നാൾ ഉണ്ടാക്കില്ല. അങ്ങനെ കെട്ടിച്ചോൾക്കൊക്കെ വരാൻ നേരം വെക്കുമ്പോ നമ്മളെ മാതിരി തന്നെ അല്ലേ അല്ലേ. കുട്ടികളൊക്കെ വരിക. ഒന്നാം പെരുന്നാൾ ഉണ്ടാക്കാത്ത ഓല അവിടെ തിന്ന് പള്ളാറേ വരിക. ആർക്കും ഒന്നും മാണ്ടി വരില്ല. പിന്നെ പിറ്റേന്നേ കറികൾക്ക് മാണ്ടി വരും. അപ്പൊ പിറ്റേന്ന് അടിച്ചു വെച്ച ഉണ്ടാക്കും. ഇൻഷാല്ലാ എത്തിക്കും. ഞാൻ പോയാലെന്നാ മൈലാഞ്ചി കെട്ട് രണ്ടാളും മൈലാഞ്ചി പണി എടുക്കണ്ട. നോമ്പും പണി ഇതാകെ കുത്തിട്ട് ഇതൊക്കെ കൊളാക്കി വെച്ച് നോക്കാം. നമ്മളെ പണ്ടത്തെ കുട്ടി. ഞാൻ പോയിട്ടടി. ഞാൻ പോട്ടെ. അങ്ങനെ ഞാൻ വരിയിലെത്തി. കൊഞ്ഞിങ്ങനെ കേട്ടോ. ഇപ്പൊ ഏകദേശം പുട്ടായി, കോഴിക്കറിയായി, വെള്ളമായി, ചായയായി. അടുക്കളയും കാര്യമൊക്കെ മൊത്തം ക്ലീൻ ആക്കിയിട്ടാണ്. അപ്പം നല്ല ഇതുണ്ട്. ഇതില് പുട്ടാക്കി വെച്ചിരിക്കണേ. മറ്റേ ചായ അവിടെ വെച്ചിരിക്കണേ. ഫ്രിഡ്ജിൽ വെള്ളമാക്കി വെച്ചിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ പണിയും കാര്യമൊന്നുമില്ല. കടിയും കാര്യമൊക്കെ ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞ് നേരം 5:45 ആ ടൈമായി. അങ്ങനെ നേരം ഇപ്പോൾ 6:15. ഇപ്പം ഇങ്ങോട്ടാ പോണെന്ന് വിചാരിച്ചാൽ വണ്ടി എടുത്ത് പോകാൻ നിൽക്കുകയാണ്. ചെറിയപ്പോന് പള്ളിക്കൊക്കെ തുണി വേണമെന്ന് പറഞ്ഞതിന് എടുക്കാൻ. അപ്പോൾ പെരിയിൽ പോയിട്ട് തുണി ഞാൻ ഇപ്പോൾ മറന്നാണ്, മൈൻഡിലുണ്ടായിന്. സിഫ്നാനോടും ഉമ്മാനോടൊക്കെ ഓർമ്മിച്ചാൽ പറഞ്ഞു. ഒക്കെ നോമ്പിൻ്റെ ആലായതുകൊണ്ട് ഒക്കെ മറന്നിരിക്കുകയാണ്. അപ്പം ഇനി തുണി വാങ്ങാൻ പോട്ടെ. 6:15 10 മിനിറ്റ് അവിടെ പോയി തിരിച്ചു വരണം. നിൽക്കാൻ നേരമില്ല. പിന്നമ്മ ഇതിൽ ഏതൊക്കെ നീല അവിടെ കട്ട നീല അയ്യോ ഓറഞ്ച് എടുക്കലമ്മ. ഇത് മതി. ഇനി പോയി തേക്കൊക്കെ ഇത് പറ്റുമല്ലോ അല്ലേ. ഇത് മതി എന്നാ.
അങ്ങനെ ഒക്കെ ഇവിടെ ജഗ പുക പണിയിലാണ്. കഴിഞ്ഞമ്മ പണിയൊക്കെ നാളെ പെരുന്നാളാണ്. എങ്ങനെയാ അറിഞ്ഞടി വിവരം കിട്ടിയോ? കാണുന്നൊക്കെ പറയുന്നുണ്ട്. ഞള്ളാക്കറിയാം. അമ്പര ചൂത്ത് പൊന്നെ, നിങ്ങള് പെരുന്നാക്കുണ്ടോ? പെരുന്നാളാണല്ലോ. വരാൻ നിക്കാണ്. ഇച്ച് വേണ്ട, ഇച്ച് വേണ്ടല്ലോ, ഇച്ച് വേണ്ട, ഞാൻ എടുക്കൂലട്ടോ. ഇച്ച് വേണ്ട, ഇച്ച് വേണ്ടാന്. ആ ഞാൻ പോവാന്, ഞാൻ പോവാന്. ആ ഞാൻ വെറുതെ ഉണ്ണോടുമ്പട്. ആ അന്ന് കാണാൻ വന്നതല്ല. കേക്കുണ്ടോ? കേക്കുണ്ടോ? അങ്ങനെ നമ്മള് ചെങ്ങായിനെ നാലെത്തിക്കണ് ചാടിയിട്ട്. ആ പോവാ. ആ തേക്കാൻ തന്നെ കൊണ്ടുപോണേ. അല്ലെങ്കിൽ രാവിലെ ആ പള്ളിക്ക് പോണ നേരത്ത് ഞാൻ പാടേണ്ടി വരും അതിലേല്. തേങ്ങാച്ചോറ് വെച്ചു. തേങ്ങാച്ചോറ് വെച്ചോ? തേങ്ങാച്ചോറ് ഇറച്ചി. ഇന്നെ പറഞ്ഞ നോമ്പ് വന്നിട്ട് പോവാം. ഇന്നെ പറഞ്ഞ നമുക്ക് നോമ്പ് തന്നിട്ട് പോവാം. അമ്മന്റെ പുറ്റാണ്. ആ പോയി കച്ചിമാനത് പോയി കച്ചി വേണ്ട, ഞാൻ പോവാണ്. ബാങ്ക് കൊടുക്കാനായി, ബാങ്ക് കൊടുക്കാനായി, ബാങ്ക് കൊടുക്കാനായി. പോയിക്കോ നിച്ച് വേണ്ടാതെ പോടാതെ. ഇല്ല നോക്കിയാ അങ്ങോട്ട് പോകാണ്. പോയിക്കോ, തല തിരിച്ചിടന്നല്ല. ഇതിന് 24 മണിക്കൂർ കാണാന്ന്. എന്റെ ചൊന്നാനിട്ടോ, എന്റെ തോന്നും കാറ്റാനിട്ടോ, എന്റെ തങ്കക്കുര മാനിട്ടോ. ഞാന് നോമ്പ് തൊക്കാനും പോട്ടെ, നോമ്പ് വെക്കാനും പോട്ടെ. ഞാന് ഇതേ കൊണ്ടുപോയാലോ? കൊണ്ടേക്കാ ഇപ്പൊ തന്നെ കൊണ്ടുവന്നേ. അല്ലേ കാണ ചാടണിങ്ങനെ. ഞാൻ വന്നിട്ട് എന്തൊക്കെ കാട്ടണ അറിയോ? എന്റെ ഇത് കാടിയിട്ടല്ല പടത്തിയെ. തന്നല്ല നാല് പോണിട്ടോ കുഞ്ഞിത്തന്റെ. അത് കുഞ്ഞി തന്നെയാണ്. കുഞ്ഞി തന്നെ ആരും അറിയില്ല. പൊയ്ക്കോ, അശിമാരത്തൊക്കെ പൊയ്ക്കോ. തൊന്നെ അങ്ങോട്ട് തിരിയണം. അറിയാലോ അങ്ങോട്ട് തിരിഞ്ഞാ ആരും കാണൂലാന്ന്. നാല് പോട്ടെ. വത്തക്കളം കലക്കി, വത്തക്കും പാലത് ഇവിടെ ഇപ്പൊ പുട്ടുണ്ടാക്കി, കോഴിക്കറി ഉണ്ടാക്കി, ലോഡ് തിരുമ്പി. പെരുന്നാളല്ലേ വിചാരിച്ചു ബെഡ്ഷീറ്റും കാര്യൊക്കെ വലിച്ചിട്ടിട്ട് രാവിലെ ചവിട്ടി ഇതൊക്കെ വലിച്ചിട്ടിട്ട് പോവാനേ. എന്നാ പുച്ച 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 ഞാൻ പോവാനിട്ടാ. നിങ്ങള് പോവാലേ, എന്നെ പോവാലേ. ഞാൻ അങ്ങോട്ട് വരണ്ടിട്ടോ, ഞാൻ അങ്ങോട്ട് വരണ്ടിട്ടോ. കാരണം നിങ്ങളെ ഞാന് വരണ്ടിട്ടോ, ഞാന് വരണ്ടിട്ടോ. ടാറ്റാ ഞാന് പോത്തതി. അങ്ങനെ പെരുന്നാളാണെന്ന് പറഞ്ഞു. പള്ളിക്കന്ന് ഉച്ചമുളിക്ക് കേക്ക് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചാണ്. അവർക്ക് കേക്ക് ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ പറഞ്ഞു ഇന്ന് പെരുന്നാളാക്കാരെന്ന്. അപ്പം ഇനി ഉള്ളി ഒളിച്ച ഇച്ചിവിടെ ഹെൽപ്പർമാരൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളി ചതവ് പിന്നെ കുറച്ച് വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കിയേക്കാം. നാളെ രാവിലെ നയിച്ചുമ്പോൾ ഒക്കെ കഴിയൂല. ആ ഉള്ളി അരിഞ്ഞ് തന്നിട്ട് എന്താ അതോ എന്തേപ്പോ പറ്റിയ കണ്ണിന്? അങ്ങനെ അമ്മതി അരിയലാണ് അരിയണേ. അങ്ങനെ അരിയല്ല. അപ്പൊ കണ്ണൊക്കെ തെറിച്ച നീര് തുടങ്ങണുള്ളൂ കേട്ടോ. 2 ഉള്ളി അരിഞ്ഞിട്ടുള്ളൂ. ഇനി വേസ്റ്റ് സ്പീഡാകട്ടെ. അങ്ങനെ നേരം പോയി. നേരം 11 ആദ്യം മൈലാഞ്ചി ഇല്ല പരിപാടി പറഞ്ഞാല് ചെറിയപ്പൂന്റെ കൈമ നിറച്ചു മൈലാഞ്ചി ഇടണം. ആദൂന്റെ കൈമ നിറച്ചു മൈലാഞ്ചി ഇടണം. ഒറ്റൊന്നും അപ്പൊ ഞാൻ എന്താ എന്റെ കൈമ ഇടണം കേട്ടോ. ഞാൻ കൊറേ ആൾക്ക് ഇട്ടോടുത്ത് ഇവിടുത്തെ ഉമ്മാക്കൊക്കെ ഇട്ടോടുത്ത് ഉമ്മാക്കൊക്കെ ഇട്ടോടുത്ത്
അവളോട് ഇറക്കീന്. അപ്പൊ ഞാൻ മൈലാഞ്ചി ഒക്കെ ഇട്ട് കൊടുത്തു. ഞാൻ എന്നും ഞാനാട്ടോ 1 മണി 2 മണിക്ക് ഇരുന്നിടും. ഞാൻ ഇനി രാവിലെ 4 മണിക്ക് നീച്ചണം. ചോറുണ്ടാകും. 4 മണിക്ക് ചോറുണ്ടാവും. ആര് കാരണം നമ്മളെ കഷ്ടപ്പാട്. ഏതായാലും ഞാൻ മൈലാഞ്ചിയിലും കാര്യമൊക്കെ തുടങ്ങുന്നുണ്ട്. കൊറേ പറയും. ഞാൻ മറ്റേ വീഡിയോയില് പറയില്ല, ആദ്യം പറയണമെന്ന് വിചാരിച്ചു. ബാങ്ക് കൊടുക്കണം കേട്ടപ്പോളേ അതെല്ലാവർക്കും ഞങ്ങളെ കുടുംബത്തിന്റെയും വക ഈദ് മുബാറക്. എല്ലാവർക്കും നല്ലതാണ്. ഈദ് മുബാറക് കൊടുത്ത എല്ലാവർക്കും പറയേ ഈദ് മുബാറക്. അതന്നെ. അപ്പൊ നമുക്ക് ഇനി മൈലാഞ്ചി ഇട്ടിട്ട് കാണാറേ. അതൊന്നും വേണ്ട അല്ലേ? നാളെ പുതിയതൊക്കെ ഇറങ്ങൂലേ മോണ?